റവന്യൂ വകുപ്പിന്റെ എല്ലാ സേവനങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. പട്ടയ വിതരണം, ഭൂമി തരം മാറ്റം, ഡിജിറ്റൽ റീസർവേ, അദാലത്തുകൾ എന്നിവ കൂടുതൽ ജനകീയവും കാര്യക്ഷമവുമാക്കുവാൻ പ്രത്യേക നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മലപ്പുറം ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ നടന്ന റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗത്തിലാണ് മന്ത്രി എ.പി. അനിൽകുമാർ നിർദ്ദേശങ്ങൾ നൽകിയത്. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സംസ്ഥാനതല റവന്യൂ അദാലത്തിന്റെ ഭാഗമായാണ് സംഘടിപ്പിച്ചത്. ഗോത്രമേഖലകളും തീരദേശ പ്രദേശങ്ങളും ഉൾപ്പെടെ പട്ടയ വിതരണം വേഗത്തിലാക്കാൻ പ്രത്യേക ആക്ഷൻ പ്ലാൻ നടപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. റവന്യൂ ഓഫീസുകളിൽ പൊതുജനങ്ങൾക്ക് സമയബന്ധിതവും സൗഹൃദപരവുമായ സേവനം ഉറപ്പാക്കണമെന്നും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. റവന്യൂ വകുപ്പിലെ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്ത് നിയമനം വേഗത്തിലാക്കുമെന്നും സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണവും അടിസ്ഥാന സൗകര്യ വികസനവും പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വാഹനമില്ലാത്ത താലൂക്ക് ഓഫീസുകൾക്ക് വാഹനവും ലഭ്യമാക്കും. 2021 മുതൽ മലപ്പുറം ജില്ലയിൽ 42,141 പട്ടയങ്ങൾ വിതരണം ചെയ്തതായി യോഗത്തിൽ വിലയിരുത്തി. നിലവിൽ 17,608 പട്ടയങ്ങൾ വിതരണം ചെയ്യാനുണ്ടെന്നും 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി 2057 പട്ടയങ്ങൾ കൂടി നൽകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് ലഭിച്ച 72,381 അപേക്ഷകളിൽ 42,419 എണ്ണം തീർപ്പാക്കിയിട്ടുണ്ട്. ശേഷിക്കുന്ന അപേക്ഷകൾക്കായി പ്രത്യേക തരംമാറ്റ അദാലത്തുകൾ സംഘടിപ്പിക്കും. എന്റെ ഭൂമി ഡിജിറ്റൽ റിസർവേ പദ്ധതിയും ജില്ലയിൽ പുരോഗമിക്കുകയാണെന്നും 21 വില്ലേജുകളിൽ സർവേ പൂർത്തിയായതായും യോഗം വിലയിരുത്തി. കയ്യേറ്റം ഒഴിപ്പിക്കൽ, LRM കേസുകൾ തീർപ്പാക്കൽ, ലാൻഡ് ട്രിബ്യൂണൽ ഫയൽ കുടിശ്ശിക കുറയ്ക്കൽ എന്നിവയും 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മുൻഗണന നൽകി നടപ്പാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.